ഇന്ന് രാവിലെ എനിക്ക് കിട്ടിയ ഒരു മെസ്സേജ് ഞാൻ വായിക്കാം. ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. 80 ചില്ലാനം വയസ്സായിട്ടുണ്ട്. എൻ്റെ ഭാര്യയുടെ ഒരു ബന്ധുവാണ്. അദ്ദേഹത്തിൻ്റെ പേരും നാരായണൻ എന്നാണ്. ആ നാരായണനെ പറ്റി അദ്ദേഹത്തിൻ്റെ ഭാര്യ എഴുതിയ ഒരു മെസ്സേജാണ്. അതൊരു ഒരു വോയിസ് മെസ്സേജാണ്. ഞാനത് മൈക്കിലിടാം. ശ്രീദേവി കൊടുത്ത പുസ്തകം നാരായണേട്ട കയ്യിന്ന് വെച്ചിട്ടില്ല ഇതുവരെ. കുറച്ച് കഴിഞ്ഞപ്പോ കൈ കടന്നിറങ്ങി പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ചു നേരം അവിടെ വെച്ചിട്ട് എന്നിട്ട് ബാക്കി പിന്നെ വായിക്കുള്ളൂ. ഇതിപ്പോ കയ്യിന്ന് വെക്കാൻ പറ്റില്ല, ഇത് എനിക്കിപ്പോ വായിക്കണം എന്ന് പറഞ്ഞിട്ട് അതെന്നെ കൈ കടയുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചോളൂ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞതാ എന്നോട്. അപ്പൊ അത് ഇരുന്ന് വായിക്കേണ്ടത്. പുസ്തകം നാരായണേട്ട കയ്യിന്ന് വെച്ചിട്ടില്ല ഇതുവരെ. കുറച്ച് കഴിഞ്ഞപ്പോ കൈ കടന്നിറങ്ങി പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ചു നേരം അവിടെ വെച്ചിട്ട് എന്നിട്ട് ബാക്കി പിന്നെ വായിക്കൂ. കൈ കടന്നിറങ്ങി അത്തിരി കനുണ്ടല്ലോ. അപ്പൊ എന്തായാലും ഇതിപ്പോ കയ്യിന്ന് വെക്കാൻ പറ്റില്ല, ഇത് എനിക്കിപ്പോ വായിക്കണം എന്ന് പറഞ്ഞിട്ട് അതെന്നെ കൈ കടയുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചോളൂ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞതാ എന്നോട്. അപ്പൊ അത് ഇരുന്ന് വായിക്കേണ്ടത്. നീ ഇത്തിരി വായിച്ചോ എന്നൊക്കെ പറഞ്ഞു. നല്ല രസം ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞു. ഇത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു അവാർഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 80 വയസ്സായി അദ്ദേഹത്തിന്. ക്യാൻസർ പേഷ്യൻ്റ് ടെർമിനൽ സ്റ്റേജിലാണ്. അപ്പോഴാണ് ഈ പുസ്തകം വായിക്കണതും ആ പുസ്തകം വളരെ ആഹ്ലാദിച്ച് വായിക്കണതും അദ്ദേഹത്തിൻ്റെ ബന്ധുവിന് ഈ മെസ്സേജ് അയക്കുന്നത്. ഈ പുസ്തകത്തെ പറ്റി ആദ്യത്തെ ചർച്ച നടത്തിയത് ശ്രീ രാജേന്ദ്രനാണ്. അത് ആ കോവിഡിൻ്റെ ആരംഭകാലത്താണ്. വളരെ ദുഷ്കരമായ രീതിയിലാണ് ഒരു 60ഓളം ആളുകളെ ഓൺലൈനിൽ ഓൺലൈനിൽ ഒരുക്കൂട്ടി സമാഹരിച്ച് ഈ പുസ്തകത്തിനെ പറ്റി ചർച്ച നടത്തിയത്. ഒരുപാട് സുഹൃത്തുക്കൾ കേട്ടു. അങ്ങനെ കേട്ടു. അപ്പോൾ അതിൽ ഞാൻ ഈ പുസ്തകം ഉണ്ടായ കഥയും ഒക്കെ അതിൽ അന്ന് പറയുണ്ടായിട്ട്, അത് ഞാൻ ഇവിടെ ഇത് കേട്ടവരുണ്ടെങ്കിൽ അതൊരു ആവർത്തനമൊക്കെ ആയിട്ട് തോന്നുമെങ്കിലും ഇന്നത്തെ സന്ദർഭത്തിന് അത് ആവശ്യമാണ് എന്ന് തോന്നുന്നു. ഈ പുസ്തകം ഉണ്ടാവാനുള്ള 2-3 കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം VK-നാണ്. ഞാൻ 89-90 കാലത്ത് VK-നെ അന്ന് സന്ദർശിക്കും, ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകും. അപ്പോൾ ഒരു പ്രാവശ്യം പോയപ്പോൾ അദ്ദേഹം പൊടുന്നനെ പെട്ടെന്ന് ചോദിക്കുക, നാരായണൻ മഹാഭാരതം വായിച്ചിട്ടുണ്ടോ? അപ്പം ഞാൻ മഹാഭാരതം വായിച്ചിട്ടില്ല, വായിക്കണം. എന്നിട്ട് പറഞ്ഞു, അതിലത്തെ ഒരു ശ്ലോകം പറയാം. പാഞ്ചാലിയുടെ അവസ്ഥയാ, 5 കുന്നിനടുക്കുള്ള പുഴ പോലെ കുഴങ്ങിനാൾ. എന്നിട്ട് VK അതിൻ്റെ ഭംഗി ഇങ്ങനെ വീണ്ടും വീണ്ടും ആലോചിച്ച് ഇങ്ങനെ പറയും, എന്തൊരു ഭംഗിയല്ലേ, 5 കുന്ന്, അതിൻ്റെ ഇടയിൽ ഒരു പുഴ ഇങ്ങനെ ചുറ്റിക്കറങ്ങാം, അതുപോലെ പാഞ്ചാലി വശം കെട്ടുണ്ടാവും. അതിലെ ഹ്യൂമറാ പുള്ളി ശ്രദ്ധിച്ചത്. പക്ഷെ അതിൽ അപ്പോൾ എനിക്കും തരക്കേടില്ല ഈ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ എന്ന് തോന്നി, വായിക്കണം. അങ്ങനെ ഉള്ളിലിരിപ്പായി. പിന്നെ ഞാൻ 93-ല് ഈ കണ്ണൂർ യൂണിറ്റിലെ മാതൃഭൂമി ഓഫീസിലാണ് എനിക്ക് നമ്മുടെ രവീന്ദ്രനാഥ് ഉണ്ടല്ലോ, രവിയുടെ ഒപ്പം വർക്ക് ചെയ്യാനുണ്ടായി. അപ്പോൾ ഞങ്ങളിലൊക്കെ ഷിഫ്റ്റ് 3 മണിക്കാണ് തുടങ്ങുക. രവി വെളിച്ചാകുമ്പോൾ എത്തും. ആ പ്രസ് നിർത്തി അപ്പോഴേക്കും രവി എത്തിയിട്ടുണ്ടാവും. രാവിലത്തെ പണിയൊക്കെ തുടങ്ങുമ്പോഴേക്കും രവി എത്തിയിട്ടുണ്ടാവും. വൈകുന്നേരം ഏറ്റവും അവസാനം രവി പോവുകയും ചെയ്യുള്ളൂ. അപ്പോൾ രവിയുടെ ഒപ്പമാണ് ഞാൻ പക്ഷേ എനിക്ക് 3:30 ഷിഫ്റ്റുള്ളൂ. ഞാൻ 3:30 വരെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് കണ്ണൂർ ഡിസ്ട്രിക്ട് ലൈബ്രറി പോയിരിക്കും. അപ്പോൾ അവിടെ ഈ ചുവന്ന ബൈൻഡ് ഇട്ടിട്ടുള്ള 2 പുസ്തകങ്ങൾ കണ്ടു. ഞാൻ നോക്കിയപ്പോൾ മഹാഭാരതമാണ്. അപ്പോഴാണ് ഞാൻ VK-ന് അന്ന് പറഞ്ഞ കാര്യം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. എന്നാൽ ശരി, ഇവിടെ ഇരുന്നിട്ട് ഈ ഒഴിവ് സമയം ഈ ബുക്കൊന്ന് വായിച്ചത്. അപ്പോൾ മഹാഭാരതം 1-ാമത്തെ വോള്യം. അപ്പോൾ ഈ മഹാഭാരതത്തിലേക്ക് കഥ പറച്ചിൽ എന്നുള്ളത് വളരെ സ്ലോ ടെമ്പോലാണ്. ഒരു 100-400 പേജ് കഴിയുമ്പോഴാണ് അതിൽ ഈ പാണ്ഡവരും കൗരവരുമൊക്കെ ജനിക്കണതിൻ്റെ 450 പേജ് കഴിഞ്ഞിട്ടാണ്. അതിൻ്റെ തൊട്ട് മുമ്പാണ് ഈ കഥാകൃത്ത് ജനിക്കണത്.
ആലോചിച്ച് നോക്കി, ഈ കഥാകൃത്ത് ജനിക്കണതും ഈ കഥയുടെ ഭാഗമാണ്. അപ്പം അതിൻ്റെ മുമ്പ് എത്രയൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇങ്ങനെ സ്ലോ ആയിട്ടുള്ള ടെമ്പോ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യമൊക്കെ പരിഭ്രമിക്കും. അത് ഇന്ത്യൻ കഥനശീല ആണ്. ഇന്ത്യയിലത്തെ എല്ലാ പഴയ ക്ലാസിക്കലായ എല്ലാ കഥനങ്ങളിലും നരേഷനിലും എത്രമാത്രം മെല്ലെയാവോ അത്രമാത്രം മെല്ലെയാണ്. വിളംബം എന്ന് പറയും, വിളംബഗതിയാണ്. ഉദാഹരണത്തിന് ഈ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിലൊക്കെ ആലാപ് നോക്കിക്കഴിഞ്ഞാൽ എന്തൊരു വിളംബത്തിലത്. അതുപോലെ നമ്മുടെ കൂടിയാട്ടത്തിന് കഥ എന്ന് കാരശ്ശേരി പറയണ്ടായി. അതിൽ 41 ദിവസം വേണം ഒരു രംഗം കഴിയാൻ, അത്ര സ്ലോ ആ. ഇവിടെ ഈ പഞ്ചാരിമേളം അതിൽ ഒരു താളവട്ടം കഴിയാൻ 96 അക്ഷരകാല. ഒരു അക്ഷരകാലം എന്ന് പറയുമ്പോൾ 1, 2 ഇങ്ങനെ 96 പ്രാവശ്യം എണ്ണുമ്പോഴേ അതിൻ്റെ ഒരു താളവട്ടം കഴിയുള്ളൂ. അതിൽ ആദ്യത്തെ അടി കഴിഞ്ഞാൽ ഒരു ചായയൊക്കെ കുടിച്ചു വരാം, അത്ര സ്ലോ ആ. ഈ മെല്ലെ എന്നുള്ള ഈ അനുഭവം ഉണ്ടല്ലോ, ഇത് മഹാഭാരതത്തിൽ വളരെ വളരെ കാര്യമായിട്ടുണ്ട്. ഇങ്ങനെ സ്ലോ ആയിട്ട്. അപ്പം സ്ലോ ആകുമ്പോൾ എന്താ ഒരു വിശേഷം എന്ന് വെച്ചാൽ, എത്ര ഡീറ്റെയിലിങ് എത്ര സാധ്യമാണോ അത്രയധികം ഡീറ്റെയിലിങ് സാധ്യം. ഇപ്പോൾ കഥകളിയിലായാലും ശരി, കൂടിയാട്ടത്തിലായാലും ശരി, ഭരതനാട്യത്തിലായാലും ശരി, ആ കാലം താഴ്ത്തിയിട്ട് ആവുമ്പോഴാണ് വിസ്താരങ്ങൾ എന്ന് പറഞ്ഞു തരിക. ഡീറ്റെയിലിങ് എല്ലാം വിസ്തരിച്ച് വിസ്തരിച്ച് വിസ്തരിച്ച്. ഇപ്പോൾ ഒരു കഥകളിലാണെങ്കിൽ ഒരു ഇങ്ങനെയൊക്കെ എടുത്തിട്ടാണ് എന്താണ് എന്ന് ചോദിക്കണം. അപ്പം അത്ര ഡീറ്റെയിൽസോട് കൂടിയാണ് ഈ കഥയൊക്കെ പറയുക. അങ്ങനെ ഡീറ്റെയിൽസോട് കൂടി കഥ പറയുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക? ചോദ്യം ചോദിക്കും, ഉത്തരം പറയും, ഉപകഥകൾ വരും, പല അനുബന്ധ കഥകൾ വരും. അപ്പം കഥ എന്ന് പറഞ്ഞ ഒറ്റ സാധനമല്ല, ഒരുപാട് ഉപകഥകളും ഒക്കെ ചേർന്നുണ്ടാവുന്ന വളരെ വലിയൊരു കഥയായിട്ട് മാറും. ഇതാണ് ഇന്ത്യയിലുള്ള അനവധി കാലമായിട്ട് നിരന്തരമായൊരു പാരമ്പര്യമായിട്ട് തുടർന്ന് വരുന്ന കഥന രീതി. ഒരാൾ ഒരു നോവലിസ്റ്റ് ഇപ്പോൾ ഉറൂവ് വിടുന്നിട്ട് ഉമ്മാച്ചു എഴുതുന്നു, അങ്ങനെയല്ല എഴുതുന്നത്. ഇത് 500 വർഷമോ 1000 വർഷമോ കൊണ്ട് ഒരു ഉമ്മാച്ചു എഴുതുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. 1000 വർഷം എടുത്തിട്ട് ഒരു ആൾ ഉമ്മാച്ചു എഴുതാൻ. അപ്പോൾ ഉമ്മാച്ചുവിനുള്ള പല കാര്യങ്ങളും ഈ എഴുതിയ ആളല്ല, 500ാമത്തെ കൊല്ലത്തിൽ അതിന് വേറെ അഡീഷൻ വരികയാണ്. അങ്ങനെ വലുതായി 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 അതിഗംഭീരമായിട്ട് ഉമ്മാച്ചു കഥയും. അപ്പോഴേക്ക് എന്തൊക്കെ അതിൽ വരും? കോഴിക്കോടിൻ്റെ ചരിത്രം വരും, മറ്റേ കോഴിക്കോട്ട് എങ്ങനെയാണ് അറബികൾ വന്നത് വരും. ഇങ്ങനെ പഴയ. അപ്പോൾ ഒരാൾ ചോദിക്കുക എങ്ങനെ അറബികൾ വന്ന്? അപ്പോൾ അറബികൾ വന്ന കഥ പറയും, പോർച്ചുഗീസുകാർ വന്ന് പറയും. ഇങ്ങനെ പല ആളുകളും കഥ പറഞ്ഞ് ഈ അങ്ങനെ വലിയൊരു കഥയായിട്ട് ഈ ഉമ്മാച്ചു തീരും. അതുപോലെ അന്ന് എഴുതിയ ഒരു ഉമ്മാച്ചോ ഒരു സുന്ദരികളും സുന്ദരന്മാരോ ഒക്കെയാണ് ഈ മഹാഭാരതം. ഞാൻ ആ രീതിയിൽ തന്നെയാണ് ഇത് വായിക്കാൻ തുടങ്ങിയത്. വളരെ രസിച്ച വായിക്കാം. അപ്പോൾ എനിക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ മറ്റേ സി എസ് അല്ലേ, പ്രകാശം വിദ്വാൻ കെ പ്രകാശത്തിൻ്റെ ഗദ്യ പരിഭാഷയുണ്ട്, കുഞ്ഞുകുട്ടൻ തമ്പുരാൻ്റെ പദ്യ പരിഭാഷയുണ്ട്. അപ്പം ഈ പദ്യ പരിഭാഷ കാരശ്ശേരി നേരത്തെ പറഞ്ഞ പോലെ പുസ്തക രൂപത്തിലല്ല ആദ്യം വന്നത്, ഈ മാസികയുടെ രൂപത്തിലാണ്. അപ്പം ഞാൻ എൻ്റെ വീട്ടിലത് ഒരു 3-4 ലക്കങ്ങളൊക്കെ കുട്ടിക്കാലത്ത് വന്ന് കിടന്നതും ഒക്കെ ഓർമ്മയുണ്ട്. അപ്പോൾ ആ ഓർമ്മയിൽ പിന്നെ പദ്യം ഇങ്ങനെ രസമായിട്ട് വായിക്കാനുള്ള ഇഷ്ടം കൊണ്ടും ഞാൻ ഈ പദ്യത്തിലേക്ക് ആകൃഷ്ടനായി. അപ്പോൾ അതിങ്ങനെ വായിച്ചു അങ്ങനെ കുറേ വായിച്ചപ്പോൾ ഈ 2 വോളിയം ഇവിടെ ഉള്ളൂ. പിന്നെ എനിക്ക് ട്രാൻസ്ഫറായി. പിന്നെ അതൊന്നും നടന്നില്ല, 2 വോളിയത്തിൽ നിന്നു. പിന്നെ തൃശ്ശൂർ പോയി. അവിടെ ഈ ന്യൂസ് എഡിറ്റർ പണിയിൽ ഇതൊന്നും നടക്കില്ല. പിന്നെ ഭാഷാഭൂഷണിയിൽ എത്തിയപ്പോഴാണ് കുറച്ച് വൈകുന്നേരം വിശ്രമ സമയം എന്ന് പറഞ്ഞിട്ട് സാധനം കിട്ടി. അപ്പോൾ ഭാഷാഭൂഷണിയിലെ ഡോക്ടർ KM വേണുഗോപാൽ എന്നുള്ള സഹപ്രവർത്തകൻ, അദ്ദേഹം വളരെ ബ്രില്യൻ്റായ അയാൾ എഴുത്തുകാരനാണ്. എഴുത്തുകാരനോടൊപ്പം നല്ല വൈദ്യബുദ്ധിയുള്ള ആളാണ്. സൈക്കോ അനാലിസിൽ നല്ല താല്പര്യമുള്ള ആളാണ്. വളരെ ധിഷണാശാലിയായ ഒരാൾ. ഇപ്പോൾ അയാൾക്ക് ക്യാൻസർ രോഗമായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അയാളുടെ വീട്ടിൽ പോയപ്പോൾ എനിക്ക് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അയാളുടെ ഷെൽഫിൽ ഈ 6 വോള്യങ്ങളും ഭംഗിയായിട്ട് ഇരിക്കണം. ഞാൻ വേണുവിനോട് ചോദിച്ചാൽ ആ പുസ്തകം ഒന്ന് കടം തരുമോ?
ആ 2004-ലോ 2005-ലോ ആണ്. ഓ എടുത്തോളൂ, അതെന്താ, എനിക്ക് എപ്പോൾ സാറ് വായന കഴിഞ്ഞ് അപ്പം തന്നാൽ മതി. ശരി, ഞാൻ വളരെ സന്തോഷത്തോടുകൂടിയിട്ട് ആ പുസ്തകങ്ങൾ എടുത്ത് ആ 6 വോള്യം എടുത്തു കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ വെച്ചു. അപ്പോൾ എന്നിട്ട് വൈകുന്നേരം ദിവസവും ഒരു 100 പേജ് വായിക്കുക. അങ്ങനെ 100 പേജ് വായിച്ചു. എല്ലാ ദിവസവും 100 പേജ് വായിക്കില്ല, ചില ദിവസം 200 പേജ്. അങ്ങനെ 2-3 കൊല്ലം കൊണ്ടാണ് ഞാൻ അതൊരു വട്ടം വായിച്ചെത്തിച്ചത്. അപ്പോൾ അത് കൊള്ളാവുന്നൊരു, ഈ പറഞ്ഞ പോലെ ഒരു കൊള്ളാവുന്ന ഉമ്മാച്ചുമായി. അത്ര ഗംഭീരമായി. അതിൻ്റെ എമോഷണലായിട്ടുള്ള ഗാംഭീര്യം, ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഉള്ളടക്കം, അതിൻ്റെ ഉള്ളടരുകൾ, അതൊക്കെ എനിക്ക് വലിയ ബോധ്യമായി. ഈ എഴുതിയ ആളൊരു കൊള്ളാവുന്ന ആൾ തന്നെ എന്ന് എനിക്ക് ശരിക്കും ബോധ്യമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ മകളെ കാണാൻ, എൻ്റെ മകൾ അമേരിക്കയിലാണ്. അവിടെ ചെന്നപ്പോൾ മകളുടെ ഭർത്താവ് വളരെ, അത് മാർക്കറ്റിംഗ് ആണ് അദ്ദേഹം, പക്ഷേ വളരെ നന്നായിട്ട് പുസ്തകം വായിക്കുന്ന ആളാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ബുക്കുകളൊക്കെ അയാൾ വാങ്ങും, കാശ് കൊടുത്ത് വാങ്ങും, വായിക്കും. അപ്പം അവിടെ വെച്ചിട്ടാണ് ഈ വെൻഡി ഡോണിഗർ, അവർ ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ ഇൻഡോളജി എന്ന വിഭാഗത്തിൻ്റെ പ്രൊഫസറാണ്. ഇൻഡോളജി എന്ന് പറഞ്ഞാൽ എന്താ, പഴയ ഏൻഷ്യൻ്റ് ഹിസ്റ്ററി, അത് ഏൻഷ്യൻ്റ് ഹിസ്റ്ററി എഴുതല്ല, ഏൻഷ്യൻ്റായ ടെക്സ്റ്റുകളിലൂടെ ഇന്ത്യയെ കണ്ടെത്തുക, അല്ലാണ്ട് ചരിത്രമല്ല. ചരിത്രത്തിന് ഉപാദാനമായിട്ട് അവർ സ്വീകരിക്കുക ഏൻഷ്യൻ ടെക്സ്റ്റുകൾ മാത്രമേ സ്വീകരിക്കുള്ളൂ. മഹാഭാരതം സ്വീകരിക്കും, രാമായണം സ്വീകരിക്കും, ശതപഥ ബ്രാഹ്മണങ്ങൾ സ്വീകരിക്കും, ബുദ്ധകഥകൾ സ്വീകരിക്കും. അല്ലാതെ അന്നത്തെ ചരിത്രം പഠിക്കല്ല. ഈ കഥകളെ വെച്ചിട്ട് ഒരു ഇന്ത്യയുടെ സങ്കല്പ ചിത്രം ഉണ്ടാക്കലാണ് ഇൻഡോളജിസ്റ്റുകളുടെ പണി. അപ്പോൾ അങ്ങനെ ഇൻഡോളജിസ്റ്റാണ് വെൻഡി ഡോണിഗർ. പക്ഷെ അവർ ആ ഇൻഡോളജിയുടെ പരിധിയും മറികടന്നുകൊണ്ട് അവർ ചരിത്രത്തിലേക്കും പ്രവേശിക്കും. അങ്ങനെ വളരെ ബുദ്ധിമതിയായിട്ടുള്ള വെൻഡി ഡോണിഗറുടെ ദ ഹിന്ദുസ് എൻ ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്നുള്ളൊരു പുസ്തകം, ദീപു എന്നാണ് എൻ്റെ മകളുടെ ഭർത്താവിൻ്റെ പേര്, അയാളുടെ ടേബിളിൽ ഇരിക്കണം. അപ്പോൾ ഞാൻ ദീപുവിനോട് ചോദിച്ചു, ഞാൻ ഈ ബുക്കൊന്ന് വായിച്ചാലോ എന്ന് ചോദിച്ചു. പിന്നെ എടുത്തോളൂ, മറ്റേ എന്ത് പറയുന്നത്, ഞാനത് അവിടെ ഇരുന്നിട്ട് ആ അമേരിക്കയിൽ പോയോണ്ടുള്ള ഒരു ലാഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ബുക്ക് ആരുടെ ശല്യമില്ലാതെ വളരെ സുഖകരമായ കാലാവസ്ഥയിൽ ഇരുന്ന് മുഴുവൻ വായിച്ചു തീർന്നു. അതിൽ വായിച്ചപ്പോൾ ഒരു സെൻറ്റൻസ് ഉണ്ട്, ഈ അശോകൻ മൗര്യ ചക്രവർത്തിയായ, അശോകനല്ല, ഈ മഹാഭാരതത്തിലെ ധർമ്മപുത്രൻ, ഒരു പക്ഷേ അശോകൻ എന്ന മൗര്യ ചക്രവർത്തിയുടെ ഇമേജ് വീണ, ഛായ വീണ ഒരു കഥാപാത്രം ആയിരിക്കാം. അതാണ് എന്നെ നമ്മൾ ഒരു ഇടിമിന്നൽ കൊണ്ട് ഒരു അർദ്ധരാത്രി മുഴുവൻ പെട്ടെന്ന് തിളങ്ങി വെളിപ്പെട്ട് കിട്ടണ പോലെ എനിക്ക് അതൊരു വല്ലാത്ത വെളിപ്പെടലായിട്ട് തോന്നി. അപ്പം അതുവരെ വായിച്ച ഇതിലൊക്കെ ഇങ്ങനൊരു സാധനം അതിലുണ്ടല്ലേ എന്നുള്ള ഒരു ബോധോദയോ എന്താ വെച്ചാൽ ഉണ്ടായി. അത് 2010-ലായിരുന്നു. ഞാൻ ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ ഈ പുസ്തകം മറ്റേ നിരോധിക്കപ്പെടുക, പൾപ്പാക്കി മാറ്റുക ചെയ്തായിരുന്നു. എന്നാലും അമേരിക്കയിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന ആ പുസ്തകം ഉണ്ടായതുകൊണ്ട് എനിക്കത് വായിക്കാൻ പറ്റി. അത് വീണ്ടും ഒന്നുകൂടി വായിച്ചു. പിന്നെയാണ് അത് വെച്ചിട്ട് ഞാനൊന്ന് മഹാഭാരതം വായിക്കാൻ തുടങ്ങി. ഈ ഒരു ഗൈഡ് ലൈൻ എനിക്കുണ്ട്. അപ്പോൾ ഇനി ഒരു ശരിക്കും ഒരു എന്താ പറയണ്ടേ, ഒരു നിയന്ത്രണമുണ്ട്, അതിൽ വഴിയുണ്ട്, വഴി വെട്ടി. ഇതാണ് ബൗദ്ധമായിട്ടൊരു അംശം ഇതിലുണ്ട്, കിടപ്പുണ്ട്. നമ്മൾ അതൊന്ന് തോണ്ടിയെടുക്കണം, അതെങ്ങനെ അതിൽ വർക്ക് ചെയ്യുന്നു എന്ന് അറിയണം, എന്തൊക്കെയാണ് അതിൻ്റെ സംഘർഷങ്ങളെന്ന് അറിയണം. എന്നിട്ട് ഞാൻ ഇതുവരെ വായിച്ച മഹാഭാരതമൊക്കെ മാറ്റിവെച്ച് ഒരു കുറിപ്പ് എടുത്തിട്ട് മഹാഭാരതം വായിക്കാൻ തുടങ്ങി. അതൊരു 4-5 വർഷം എടുത്തു. കുറിപ്പുകൾ ഇങ്ങനെ ഈ ഷോപ്പിംഗ് ബാഗിൽ 8 ഷോപ്പിംഗ് ബാഗിൽ നിറച്ച് ഇതിൻ്റെ കുറിപ്പാണ്. അങ്ങനെ കുറിപ്പെടുത്ത് മഹാഭാരതം മുഴുവൻ വായിച്ചു. അപ്പോഴേക്ക് 2ാമത്തെ വട്ടമായി. അങ്ങനെ കുറിപ്പെടുത്ത് വായിച്ചു. മാത്രമല്ല പിന്നെ ഒരു ലേശം ഗ്യാപ്പ് വിട്ടിട്ട് ഞാൻ ആ കുറിപ്പുകൾ നോക്കി. അപ്പോൾ കുറിപ്പുകൾ ഇങ്ങനെ നോക്കി അത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എഴുതി നോക്കി. അതിങ്ങനെ എഴുതിയ പലതും ലേഖന രൂപത്തിലായത്. അപ്പം ഇങ്ങനെ എഴുതി. അപ്പോൾ എനിക്ക് തോന്നി ഈ മഹർഷിമാരൊരു സെൻട്രൽ
കാര്യമാണല്ലോ ഇതിൽ. അപ്പം മഹർഷിമാരെ പറ്റിയിട്ടുള്ള കുറിപ്പുകളൊക്കെ എഴുതി നോക്കിയപ്പോൾ വളരെ വിചിത്രമായ കാര്യങ്ങൾ അതിൽ മനസ്സിലാവണം. ഈ കാരണം ഒരു കൊള്ളാവുന്ന മഹർഷി അതിലില്ല. അത്ഭുതമല്ലേ ഇത്? ഞാൻ അമ്പരന്നിട്ടാണ് വായിച്ചത്. ഒരു കൊള്ളാവുന്ന മഹർഷി അതിലില്ല. അപ്പം ഞാൻ ഇത് ഒക്കെ ഒരു ആദ്യത്തെ ഒരു ലേഖനം എഴുതി, കൊള്ളാവുന്ന മഹർഷി അതിലില്ല എന്നുള്ളത്. ക്രൂഡ് ലേഖനമായിരുന്നു. ഞാൻ എൻ്റെ സുഹൃത്താണ് സുഗതകുമാരിയുടെ അനുജത്തിയായ സുജാത ദേവി. ഞാൻ സുജാത ടീച്ചറുടെ അടുത്ത് പോയപ്പോൾ ഇത് കാണിച്ചു കൊടുത്തു. സുജാത ടീച്ചർക്ക് അത് ബോധിച്ചില്ല. അവർ അദ്വൈതിയാണ്, മറ്റേ വളരെ ബുദ്ധിശാലിയായ ഒരു വ്യക്തിയാണ്. അവർ പറഞ്ഞു ഇതൊന്നും ശരിയായിട്ടില്ല, കേസി ഇങ്ങനെ ഇത് യുക്തിവാദികളൊക്കെ എഴുതുന്ന പുസ്തകമാണ്, അല്ലാണ്ട് കേസി നാരായണൻ എഴുതുന്ന ബുക്കല്ല എന്ന് വെച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര കഷ്ടമായി, ഇങ്ങനെയാണോ? എന്നിട്ട് ഞാൻ വീണ്ടും അതിനെ മാറ്റി എഴുതി ഇന്നത്തെ മഹർഷിമാരെന്നുള്ള ആ ദീർഘലേഖനായി. എന്ന് വെച്ചാൽ ഈ മഹർഷിമാർക്കൊക്കെ അതിനെ കണ്ടം ചെയ്തുകൊണ്ടായിരുന്നു. ഇവരൊന്നും ഒരു ഗുണമില്ലാത്ത ആളുകളാണ്, അങ്ങനെയല്ല. ഇത് മഹർഷിമാർ ഒരു നിലയ്ക്ക് വളരെ സംയമികളും വളരെ വിശിഷ്ടമായ ശക്തികളുള്ള ആളുകളും ഒക്കെ ആയിരിക്കെ തന്നെ അവർ വളരെ നിമിഷ നേരത്തേക്ക് പോലും അവരുടെ വികാരങ്ങൾ അടക്കാൻ കഴിയാത്ത ആളുകളും കൂടിയാണ്. ഇങ്ങനെ രണ്ടുമാണ് എന്നുള്ള ഒരു കാഴ്ചയിലേക്ക് ഉണരുക. അത് വല്ലാത്തൊരു കാഴ്ചയായിരുന്നു. ഉദാഹരണത്തിന് ഈ വ്യാസൻ്റെ അച്ഛനായ പരാശര മഹർഷി, അയാൾ തോണി കിടക്കുകയാണ് യമുനയിൽ. സത്യവതി എന്ന സ്ത്രീയാണ് തോണി തുഴയുന്നത്. അപ്പോൾ ഈ പരാശര മഹർഷിക്ക് ഈ തോണി തുഴയുന്ന സ്ത്രീയിൽ, സത്യവതിയിൽ അതിയായ കാമം ജനിച്ചു. അപ്പോൾ അയാൾക്ക് ആ കാമം അടക്കാൻ പറ്റിയില്ല. അയാൾ പറഞ്ഞു എനിക്ക് ഇപ്പം തന്നെ വേണം. ഇവിടെ ലൗകികരായ ഈ ഇന്ദ്രിയ സംയമനവും ഒന്നുമില്ലാത്ത ഒരു സാധാരണ നമ്മളെപ്പോലുള്ള മനുഷ്യർക്ക് ആർക്കും അങ്ങനെ തോന്നില്ല. ഒരു ഔചിത്യബോധമുള്ള ആൾക്ക് പോലും തോന്നില്ല. പക്ഷെ അതങ്ങനെയല്ല. ഈ ഉടൻ തന്നെ മഹർഷി എന്ത് ചെയ്തു? ഞാൻ ഒരു മഞ്ഞ് മറ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടൊരു മഞ്ഞിൻ്റെ മറ ഈ തോണിക്ക് ചുറ്റുണ്ടാക്കിയിട്ട് അത് ഒരു കർട്ടനായിട്ട് ഉപയോഗിച്ചുകൊണ്ട് തോണിയിൽ വെച്ച് വീഴ്ച നടത്തി. അപ്പോഴേക്ക് ആ ശിശു ഉണ്ടായി. ശിശുവിനെ ആ പുഴയിലെ ദ്വീപിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. അപ്പം അതിൽ അവനവൻ്റെ കഥ പറയാം. ഏത് ഞാൻ ഇങ്ങനെ ഉണ്ടായതെന്ന് വ്യാസൻ പറയാം, എൻ്റെ അച്ഛൻ ഈ ജാതി പരിപാടിയാണ് ചെയ്തതെന്നും പറയാം. അപ്പം നോക്കിയ ഇതിൻ്റെ കഥയുടെ സങ്കീർണതയാണ്. അവനവനെ പറ്റിയിട്ടുള്ള കഥ അവനവൻ തന്നെ പറയുന്നു, അവനവൻ്റെ പിതാവിനെ പറ്റിയിട്ടുള്ള കഥയാവുന്നു. ഇത് സന്മാർഗമാണോ അസന്മാർഗമാണോ, ധർമ്മമാണോ അധർമ്മമാണോ, ഇത് ആംബിഗിറ്റിയാണ്. അപ്പോൾ ഇങ്ങനെ ആംബിഗ്വസ് ആണ്, ഇതൊക്കെ ആംബിഗ്വസ് ആണ്. ഇയാൾ ഒരേ സമയം വളരെ വലിയ ധർമാത്മാവും അതേസമയം അയാൾ ഈ ധർമാത്മാവ് എന്നുള്ള ഡെഫിനിഷനിൽ ചേരാത്ത മട്ടിൽ പ്രവർത്തിക്കുന്ന ആളാണ്. മാത്രമല്ല ഇങ്ങനെ ഈ ചേരാത്ത മട്ടിൽ പ്രവർത്തിക്കുന്ന സ്വഭാവം ഉള്ളതുകൊണ്ടാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. അതാണ് ഇതിൻ്റെ തമാശ. മഹാഭാരതം കഥ മുന്നോട്ട് പോകുന്നതൊക്കെ മഹർഷിമാരുടെ ഇത്തരത്തിലുള്ള അമഹർഷീയമായ സ്വഭാവ വിശേഷം കൊണ്ടാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. ദുർവാസാവായാലും ശരി, മറ്റേത് മഹർഷിയായാലും ശരി, അവരുടെ മഹർഷികൾക്ക് ചേരാത്ത മട്ടിലുള്ള സ്വഭാവ സവിശേഷത കൊണ്ടാണ് ഈ മഹർഷിമാരുടെ കഥ മുന്നോട്ട് പോകണം. എന്തൊരു മഹർഷികത അത്! വെള്ളം ഇതാണ് ഈ മഹാഭാരതത്തിലെ ഒരു സങ്കീർണമായിട്ടുള്ള സംഗതി. അപ്പം എനിക്ക് ഒരു പിടുത്തം കിട്ടി ഈ കഥനെ പറ്റിയിട്ട്. അതായത് ഇത് രണ്ടും ചേർന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. ഒരാളുടെ ഈ കഥാപാത്രങ്ങൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും പരതി നോക്കി. അപ്പോൾ വ്യാസനെ നോക്കി. വ്യാസൻ ഏത് പക്ഷത്താണ്? അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വ്യാസൻ കൃത്യമായും പാണ്ഡവ പക്ഷപാതിയാണ്. അയാൾ നിഷ്പക്ഷനൊന്നുമല്ല. അതെങ്ങനെ പറയണം? നമ്മൾ പറയല്ല. എത്ര സ്ഥലം ഈ വ്യാസൻ പാണ്ഡവരുടെ കഥ പറയാനായിട്ട് നീക്കി വെച്ചിട്ടുണ്ട്, എത്ര സ്ഥലം കൗരവരുടെ കഥ പറയാനായി നീക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ആ അനുവാദ പേജ് കണക്കിൽ ഞാൻ കൊടുത്തു. അതോടുകൂടി ആ എസ്റ്റാബ്ലിഷായി. ഇതിൽ 1:25 25 പേജ് എന്താ പറയുക. ഉദാഹരണത്തിന് യുധിഷ്ഠിരൻ ഇന്ന ദിവസം ഇന്ന തിഥിയിൽ ഇന്ന നക്ഷത്രത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞാൽ ആ കഥ മുഴുവൻ പറയും. ദുര്യോധനോ ഇത് ജനിച്ചു, അത്രയേ ഉള്ളൂ. ഇങ്ങനെ ഈ കഥാഖ്യാനം മുഴുവൻ
പാണ്ഡവർക്ക് അനുകൂലമാണ്, ഈ കൗരവർക്ക് അനുകൂലമല്ല. മാത്രമല്ല കൗരവർ അദൃശ്യരുമാണ്. അപ്പോൾ എങ്ങനെയാ വ്യാസൻ പക്ഷപാതി അല്ലാത്ത നിഷ്പക്ഷനായ മഹർഷിയാവുക? അതും ബുദ്ധിമുട്ടായി. പിന്നെ നോക്കി എന്താണ് ഈ യുദ്ധം എങ്ങനെയാണ് ഉണ്ടായത്? ഈ കൗരവ യുദ്ധം പാണ്ഡവ അതാണല്ലോ എൻ്റെ കഥ. അപ്പോൾ അതിൽ നോക്കിയപ്പോൾ ഇതിന് കാരണം എന്താ? അത് രാജ്യാധികാരത്തിനെ പറ്റിയുള്ള തർക്കമാണ്. അപ്പോൾ രാജ്യാധികാരം ആർക്കാ എന്ന് അതിൽ പറയുന്നുണ്ടോ? അത് വളരെ ബുദ്ധിമുട്ടായി. ഈ കാരശ്ശേരിയുടെ മുനമ്പത്തെ കേസ് പോലെ അന്നത്തെ കേസ് അത് തീർച്ചയാക്കാൻ പറ്റില്ല. അങ്ങനെ അപ്പോൾ നോക്കൂ, ഈ തീർച്ചയാക്കാൻ പറ്റാത്ത ഒരു നിയമത്തിൻ്റെ കുരുക്ക് ആദ്യം സൃഷ്ടിക്കുക, അതിൻ്റെ മീതിൽ തീർച്ചയാക്കാൻ പറ്റാത്ത ധർമ്മത്തിൻ്റെ കുരുക്ക് അതിൻ്റെ മീതെ വയ്ക്കുക. ഇങ്ങനെയാണ് ഈ കഥയുടെ പ്ലോട്ട് എങ്ങനെ പോണത്. ഇത് ഒരു ദിവസം ഒരാളുടെ മനസ്സിലുണ്ടാവുന്നതല്ല, വർഷങ്ങൾ ഇങ്ങനെ നീണ്ട് അതാത് ജീവിത സാഹചര്യങ്ങളിലെ സന്ദിഗ്ധതകളിൽ നിന്ന് ഉണ്ടായിത്തീർന്ന് ഇങ്ങനെ അട്ടികൂടിയാണ് ഈ സന്ദിഗ്ധത. കാരണം ഈ അധർമ്മല്ലേ കാണുന്നത്, ധർമ്മം ഉണ്ടെന്ന് പറയല്ലേ ഉള്ളൂ. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ധർമ്മമായി കാണുന്ന അധർമ്മം, അധർമ്മമായി കാണുന്ന ധർമ്മം. ഈ കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, ഈ ധർമ്മം പോലെ ധർമ്മത്തിൻ്റെ രൂപത്തിലും അധർമ്മം വരും, അധർമ്മത്തിൻ്റെ രൂപത്തിലും ധർമ്മം വരും. ഇങ്ങനെ ഈ കഥയുടെ ഈ സങ്കീർണത അടുത്ത ഘട്ടമായി. പിന്നെ ആ കഥയെ മുന്നോട്ട് നയിക്കണം എന്താ? ഇപ്പം കഥയ്ക്ക് മുന്നോട്ട് പോകണമെങ്കിൽ കഥ കലിയെ പോലെയാണ്. കലിയുടെ ഒരു സ്വഭാവമാണ് കഥയ്ക്കുള്ളത്. കാരണം അതിൻ്റെ താമസ ഗുണങ്ങളാണ് ഈ കഥ എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ മറ്റേ കൗരവരും പാണ്ഡവരും ഒക്കെ യാതൊരു ബുദ്ധിമുട്ടില്ലാതെ സുഖമായിട്ട് ജീവിച്ചു എന്ന് പറഞ്ഞ കഥയില്ല. ഒരു സാധാരണ ജീവചരിത്രം മാത്രമേ ഉള്ളൂ. നമ്മുടെയൊക്കെ ജീവിതം കഥയില്ലാത്ത ആവുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ഈ താമസ ആധിക്യം ഇല്ലാത്തതുകൊണ്ടാണ്. സംഘർഷം ഉണ്ടാക്കി കഥയെ മുന്നോട്ട് നയിപ്പിക്കുന്നത് എപ്പോഴും താമസമായ ശക്തികളാണ്. ആ താമസ ശക്തികളില്ലെങ്കിൽ കഥ സാഹിത്യം ഇല്ല. സാഹിത്യത്തിന് മൂവ് ചെയ്യുന്നത് ഫ്യൂവലില്ലേ, ആ ഫ്യൂവൽ ഇങ്ങനെ ചില മനുഷ്യൻ്റെ താമസമായ ചില ഗുണം എന്ന് പ്രത്യേക അർത്ഥത്തിലാണ് പറയുന്നത്, ആ ശക്തികളാണ്. അപ്പം ഇതിൽ ചൂത് കളിയാണ് ആ താമസ ശക്തിയായിട്ട് പ്രത്യക്ഷപ്പെടുന്ന ഒന്ന്. അപ്പോൾ അതിലെന്താ താമസ ശക്തി? ചൂത് കളി രാജാക്കന്മാരുടെ 4 വ്യസനങ്ങളിലൊന്നാണ്. വ്യസനം എന്ന് പറയുമ്പോൾ ദുഃഖഹേതുക്കൾ, വ്യസനഹേതുക്കൾ നേർത്തുള്ളൂ. അതേസമയം അതിനോട് ഭയങ്കര പ്രിയം ഉണ്ടാവും. അങ്ങനെ ഈ ധർമ്മപുത്രർ ഭയങ്കര ചൂത് താല്പര്യമുള്ള ആളാണ്, ധർമാത്മാവാ. പക്ഷെ അയാൾക്ക് ഭയങ്കര ചൂതുകളി പ്രാന്താണ്. പക്ഷെ അയാൾ പറയും, അയാളെ പറ്റി മറ്റുള്ളവർ ശൗരി പരിഹസിച്ച് പറയും, അയാൾക്ക് കളിക്കാൻ അറിയില്ല എന്നേ ഉള്ളൂ, കളിയിൽ വലിയ പ്രാന്താണ്. അപ്പോൾ നോക്കി നോക്കുക, എന്നാൽ നമുക്ക് അയാളെ കൊണ്ട് കളിപ്പിച്ച് നമുക്ക് ആ രാജ്യമൊക്കെ നേടാം. ശരി, അത് അങ്ങനെ നേടിയെടുത്തു. അതൊക്കെ കഴിയും, ഇയാൾ കള്ളച്ചൂതാ കളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ കള്ളച്ചൂതാ കളിക്കണമെന്ന് എന്നെ പറ്റി പറയരുതെന്ന് ശകുനി പറഞ്ഞിട്ട്. കാരണം അസ്ത്രവിദ്യ അറിയുന്നവൻ അസ്ത്രവിദ്യ അറിയാത്തവനെ പറ്റിയും അങ്ങനെ പറയുള്ളൂ. ഇല്ലെങ്കിൽ മറിച്ച് അസ്ത്രവിദ്യ അറിയാത്തവൻ അസ്ത്രവിദ്യ അറിയുന്നവനെ പറ്റി പറയും, അത് കള്ളക്കളി കളിക്കുക. അങ്ങനെയല്ല, നിങ്ങളെക്കാൾ അധികം കളിക്കാൻ എനിക്കറിയാം, അത്രയേ ഉള്ളൂ. അപ്പം അത് കള്ളച്ചൂതെന്നൊരു സാധനം ഇല്ല എന്ന് ശകുനി പറയും. ശരി, ഇതൊക്കെ ധർമ്മപുത്രർ സമ്മതിച്ചു. എന്നിട്ട് ഒരു ചൂതിൽ തോറ്റു, അയാൾ നാടൊക്കെ പോയി. പിന്നെ അതൊക്കെ ധൃതരാഷ്ട്രൻ വരം കൊണ്ട് വീണ്ടെടുത്ത് കൊടുത്തു. അവർ വീട്ടിലേക്ക് പോയി, ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയി. രണ്ടാമത് എന്തിനാ ചൂതിന് വരണേ? രണ്ടാമതും അയാൾ ചൂതിന് വിളിച്ചപ്പോൾ ശരി, ഭയങ്കര ആസക്തിയോടുകൂടി ആ രണ്ടാം ചൂതിന് അയാൾ വരിക. അതെന്തിനാ? അപ്പം അതിന് അയാൾ കാട്ടിലിരുന്ന് മറുപടി പറയുന്നതാണ് എന്നെ അത്ഭുതകരം. ഞാൻ നോക്കിയിട്ടില്ല, അത് ഞെട്ടിപ്പിച്ചത്. അതായത് ഈ ദുര്യോധനൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന ഈ രാജ്യമുണ്ടല്ലോ, അത് കൂടി ചൂത് കളിച്ച് നമുക്ക് കയ്യിലാക്കാം എന്നുള്ളൊരു ദുരാഗ്രഹം കൊണ്ട് തന്നെയാണ് ഞാൻ ആ കളി കളിച്ചത്. അപ്പോൾ എങ്ങനെ ഇരിക്കുന്നു ധർമാത്മാവിൻ്റെ കാര്യം? അപ്പം ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങളും ഇങ്ങനെ ഇടകലർന്ന്
പാപവും ഗുണവും ഒക്കെ ഇടകലർന്ന് ഇതൊക്കെ മനുഷ്യൻ്റെ കഥയാണ്, നമ്മളുടെയൊക്കെ ഉള്ളിൽ തന്നെ ഇത് ഉള്ളത്, നമ്മളെപ്പോലെ തന്നെ. അങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ കഥ പോവുക. അപ്പോഴാണ് യുദ്ധം വരുന്നതും യുദ്ധത്തിൽ ഈ എന്താ പറയണ്ടേ, അർജുനന് വിഷാദം ബാധിക്കുകയും ചെയ്യുന്നു. എന്താ വിഷാദം? ഈ ശത്രുക്കളെയൊക്കെ കൊല്ലുക. അയാളെ പഠിപ്പിച്ച ഗുരുവുണ്ട്, അയാളുടെ സഹോദരന്മാരായ ആളുകളുണ്ട്, ഇവരെയൊക്കെ കൊന്നിട്ട് എനിക്ക് സുഖം കിട്ടുമോ? എന്താണ് വരി? വരി കിട്ടുന്നില്ല. എന്തായാലും ഇതാണ്, സുഖമാവോ? ഇങ്ങനെ സ്വജനധ്വംസനം ചെയ്താൽ സുഖമാമോ ജനാർദ്ദന. എന്തൊരു വൈകാരികമായുള്ള ഒരു ചോദ്യം അത്. സ്വജനധ്വംസനം ചെയ്താൽ സുഖമാമോ ജനാർദ്ദന. അതിങ്ങനെ ആ കവിതയിൽ മുഴുവൻ അങ്ങനെ അലയടിക്കും. ആ അർജുനന്റെ ആ വിഷാദം നിറഞ്ഞ ചോദ്യം, സ്വജനധ്വംസനം ചെയ്താൽ സുഖമാമോ ജനാർദ്ദന, സുഖം വരുമോ? അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംശയം വന്നതോടി കൃഷ്ണൻ അത് തീർക്കും. അപ്പൊ ഇവിടെയാണ് ഈ ബുദ്ധമതത്തിൻ്റെ സംഗതി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം എന്താണ് ആ ബുദ്ധമതത്തിൻ്റെ സംഗതി വരുന്നത്? ഈ വർണ്ണാശ്രമധർമ്മം എന്ന് പറഞ്ഞിട്ട് ഒരു സങ്കല്പമുണ്ട്. 4 വർണ്ണങ്ങളാണ് ഉള്ളത്. ആ 4 വർണ്ണങ്ങൾക്കും ധർമ്മങ്ങളുണ്ട്. അത് ജന്മനാ ലഭിക്കുന്നതാണ്. ആ 4 വർണ്ണങ്ങളും ആ ജന്മമായി കിട്ടിയ ആ ജോലിയെ, ധർമ്മത്തെ ആചരിക്കുന്നതാണ് ചെയ്യേണ്ടത്. ഇതാണ് ബ്രാഹ്മണ മതത്തിൻ്റെ തത്വശാസ്ത്രം, ചാതുർവർണ്ണത്തിൻ്റെ തത്വശാസ്ത്രം. ഈ 4 വർണ്ണങ്ങളും ഈക്വൽ അല്ല താനും. ഇനീക്വാലിറ്റിയാണ് ചാതുർവർണ്ണത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ സങ്കല്പം. എല്ലാവരും തുല്യരല്ല. ഹിന്ദുമതം എന്ന് പറയുന്ന ക്ലാസിക്കൽ ഹിന്ദുമതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന സങ്കല്പം എല്ലാവരും തുല്യരല്ല എന്നുള്ളതാണ്. എല്ലാവരും തുല്യരാണെന്നല്ല, എല്ലാവരും തുല്യരല്ല. അപ്പോൾ ആരൊക്കെ മേധ? ബ്രാഹ്മണനാണ് മേധ. കാരണം എന്താ? ദൈവത്തിൻ്റെ മുഖത്തുനിന്ന് ജനിച്ചു. പിന്നെ ഓരോ ആളുകൾ ഓരോ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തു നിന്ന് ജനിച്ചു. ഏറ്റവും കാലടിയിൽ നിന്ന് ജനിച്ച ആളാണ് ശൂദ്രൻ. അപ്പോൾ ആ ശൂദ്രൻ ഏറ്റവും താഴെ. അപ്പോൾ ഈ വിശ്വാസ സംഹിത ഇതാണ് മഹാഭാരതത്തിൽ എപ്പോഴും ഊന്നിപ്പറയപ്പെടുന്ന ചാതുർവർണ്ണത്തെ. ഏത് സന്ദർഭത്തിലും ശ്രീകൃഷ്ണൻ മാത്രമല്ല, എല്ലാ ആളുകളും, എല്ലാ രാജാക്കന്മാരും ഈ ബ്രാഹ്മണരുടെ ഈ തത്വത്തിനെ ഊന്നിപ്പറയും. അപ്പോൾ അതനുസരിച്ച് ക്ഷത്രിയൻ്റെ ധർമ്മം എന്താ? യുദ്ധം ചെയ്യണം. ക്ഷത്രിയന് യുദ്ധം ചെയ്യലാണ് ധർമ്മം, ഈ വർണ്ണാശ്രമ ധർമ്മപ്രകാരം. അപ്പോൾ ക്ഷത്രിയൻ യുദ്ധം ചെയ്യാതിരുന്നാൽ വർണ്ണധർമ്മത്തെ അയാൾ ഒഴിവാക്കുക. അപ്പോൾ ഒരാൾ വർണ്ണധർമ്മത്തിനെ ഒഴിവാക്കി എന്താ ചെയ്യുക? അപ്പോൾ എല്ലാവർക്കും അവരവരുടെ വർണ്ണധർമ്മത്തിനെ ഒഴിവാക്കാം. ബ്രാഹ്മണന് ഈ ക്രിയ ചെയ്യാതിരിക്കാം, ശൂദ്രന് ദാസ്യവൃത്തി ചെയ്യാതിരിക്കാം, വഴിക്കൊരു കച്ചവടം ചെയ്യാതിരിക്കാം. അപ്പോൾ ഈ വ്യവസ്ഥ പിന്നെ എന്താ ചെയ്യുക? വ്യവസ്ഥ തകരും. അപ്പോൾ ഈ വ്യവസ്ഥ തകരുന്ന, അല്ലെങ്കിൽ ഇത് പാടില്ല എന്ന് പറയുന്ന ബൗദ്ധന്മാരോടുള്ള മറുപടി, അല്ലെങ്കിൽ ബൗദ്ധന്മാരാണ് ഈ ആശയം വളരെ ശക്തമായിട്ട് ഉന്നയിച്ചേർന്നത്. വർണ്ണധർമ്മം ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. അപ്പോൾ വർണ്ണധർമ്മം സ്വീകാര്യമാണ്, അതാണ് ശരി എന്നാണ് വേദപ്രമാണം. അപ്പോൾ വേദപ്രമാണത്തിനെ നിരസിക്കുന്ന നാസ്തികർ ആണ് ബൗദ്ധന്മാർ. ബൗദ്ധന്മാരെ നാസ്തികർ എന്നേ പറയുള്ളൂ. ബുദ്ധൻ്റെ പേര് മഹാഭാരതത്തിൽ ഒരിടത്ത് പോലും വരാതെ നോക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാണ് കോസാമ്പി അടിവരയിട്ട് പറഞ്ഞത്. ബുദ്ധൻ എന്നുള്ള വാക്ക് ഉച്ചരിച്ച് കേൾക്കില്ല, അങ്ങനെ ഒരു വാക്കില്ല. എന്തൊരു തമസ്കരണ! ഇത്ര വലിയ മൗര്യ കാലഘട്ടത്തിനെ മുഴുവൻ ഇതിവൃത്തം പോലെ ആക്കിയിട്ടുള്ള അത്രയോ കാലം കൊണ്ട് എഴുതിയ ഒരു പുസ്തകത്തിൽ ആ കാലത്ത് ജീവിച്ച ഏറ്റവും യോഗ്യനായ ഒരു മനുഷ്യൻ്റെ പേര്, അല്ലെങ്കിൽ ആ തത്വചിന്തയുടെ പേര് വളരെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് എഡിറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് കോസമ്പിയുടെ വലിയ കണ്ടെത്തലാണ് കേട്ടോ. ബുദ്ധൻ എന്നുള്ള പേര് അതിലില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ബുദ്ധൻ്റെ പേരില്ലെങ്കിലും നാസ്തികന്മാർ എന്ന് പറഞ്ഞ അവരുടെ സാന്നിധ്യം ഉണ്ട്. അന്ന് ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ആജീവകന്മാർ, ബൗദ്ധന്മാർ, അതുപോലെ ജൈനന്മാർ, ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു.
അവർക്കൊക്കെ പൊതുവായിട്ടുള്ള സ്വഭാവം നാസ്തികതയാണ്. നാസ്തികം എന്ന് പറഞ്ഞാൽ ആരാ? വേദപ്രമാണം അംഗീകരിക്കാത്തവർ. നാസ്തികോ വേദനിന്ദക എന്നാ പറയാം. വേദത്തിനെ നിന്ദിക്കണമെന്നാണ് ഇവർ ബാക്കിയുള്ളവർ പറയാം. വേദത്തിനെ അംഗീകരിക്കാത്തവരാണ് നാസ്തികർ. അപ്പോൾ അവരുടെ ആ അനുഭവം അർജുനന് ബാധിച്ചു എന്നുള്ള മട്ടിലാണ് ഈ അർജുനൻ്റെ വിഷാദത്തിനെ കാണുന്നത്. അപ്പോൾ ഒരു സംഘർഷമായില്ലേ? ബ്രാഹ്മണ മതവും അതിനെ അംഗീകരിക്കാത്ത ബൗദ്ധമതവും തമ്മിലൊരു സംഘർഷം അവിടെ വരികയാണ്. അപ്പോൾ ആ സംഘർഷത്തിനെ നീക്കി അർജുനനെ വർണ്ണധർമ്മത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന് ചാതുർവർണ്ണം എന്നുള്ള വ്യവസ്ഥ അതിനെ ലെജിറ്റിമൈസ് ചെയ്ത് അതാണ് ശാശ്വതം, അതാണ് സ്ഥായിയായിട്ടുള്ളത്, അതാണ് അനുവർത്തിക്കേണ്ടത് എന്ന് പ്രഖ്യാപിക്കാനും അത് ആണ് എന്ന് സ്ഥാപിക്കാനുമാണ് ഈ മഹാഭാരതം ഉടനീളം എഴുതിയിട്ടുള്ളത്. അപ്പോൾ പക്ഷേ അതിൻ്റെ ഇടയിലൊക്കെ ഈ എതിർസ്വരങ്ങനെ തിരിനീട്ടാണ്. അത് ഒരു ശബ്ദത്തിനെയും നിങ്ങൾക്ക് മൂടി വെക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് 1000 കൊല്ലം കൊണ്ടൊക്കെ എഴുതിയ കൃതിയിൽ എല്ലാ ശബ്ദങ്ങളും വരും. നമ്മൾ ചിലതേ കേൾക്കണമെന്ന് മാത്രമേ. പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ ആ ടെക്സ്റ്റിൽ ഈ വിരുദ്ധമായിട്ട ശബ്ദങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. അങ്ങനെ നമ്മൾ ചെവിയോർത്ത് ആ മഹാഭാരതം വായിക്കുക. അതാണ് ഡോണിഗറുടെ ആ വാക്യം എനിക്ക് തന്ന നിർദ്ദേശം. നിങ്ങൾ ചെവിയോർത്ത അത് ഇങ്ങനെ ചെവി ഭൂമിയോട് ചേർത്ത് വെച്ചാൽ ആ പല ശബ്ദങ്ങളും കേൾക്കാം എന്നുള്ള പോലെ കണ്ണ് ഈ പുസ്തകത്തിൻ്റെ വരികളോട് ചേർത്ത് വെച്ച് വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഭിന്ന സ്വരങ്ങൾ അതിൽ കേൾക്കാം. ഈ ഇപ്പം ഇതൊന്നും ഈ എൻ്റെ മുമ്പിൽ ചെയ്ത പണ്ഡിതന്മാർ അങ്ങനെ ചെയ്തിട്ടില്ല. ഈ വരികൾ കാതോട് ചേർത്ത് വായിക്കുക, വരികൾ കണ്ണോട് ചേർത്ത് വായിക്കുക, വരികൾ സൂക്ഷ്മമായിട്ട് വായിക്കുക. അങ്ങനെ ചെയ്താൽ ഇതിൽ ഒരുപാട് ഭിന്ന സ്വരങ്ങൾ കേൾക്കാൻ പറ്റും. അതിലൊന്ന് ഈ ബൗദ്ധസ്വരമാണ്. അതാണ് ഈ അർജുനിൽ കൂടി കേൾക്കുന്നത്. സ്വജനധ്വംസനം ചെയ്താൽ സുഖമാമോ ജനാർദ്ദന. സുഖത്തിൻ്റെ വഴിയാണോ മനുഷ്യനെ കൊല്ലൽ? അങ്ങനെ ഹിംസയിലൂടെ സുഖം ഉണ്ടാവുമോ? ഇങ്ങനെ അങ്ങോട്ട് തിളങ്ങി ഒരുപാട് മുന്നോട്ട് പോയി. എന്നിട്ട് അർജുനൻ പറയും, ധർമ്മപുത്രനും പിന്നീട് പറയും, എന്താണ് ഈ തൃഷ്ണ കൊണ്ടാണ് ഇതൊക്കെ വരുന്നത്. ഞാൻ തൃഷ്ണ കൊണ്ടാണ്, ഈ രാജ്യത്തിനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ യുദ്ധമൊക്കെ ചെയ്തത്. തൃഷ്ണ എന്നെ കൊണ്ട് ഈ പാതകങ്ങൾ മുഴുവൻ ചെയ്യിച്ചു. അപ്പം അയാൾ ഒരു ബൗദ്ധനെ പോലെയാണ് പിൽക്കാലത്ത് സംസാരിക്കുന്നത്. അപ്പം നോക്കൂ, അദ്ദേഹം ഒരു ധർമ്മപുത്ര ക്ഷത്രിയ രാജാവാണ്, ക്ഷത്രിയനാണ്. അയാൾ യുദ്ധം ചെയ്യലാണ് അയാളുടെ പണി. പക്ഷേ അതിനെതിരായ വികാരം, അതിനെതിരായ പ്രഖ്യാപനങ്ങൾ, അതിനെതിരായ വിചാരങ്ങൾ ഒക്കെയാണ് അയാളിൽ ഉണ്ടാവുന്നത്. അത് ആ ചരിത്രകാലം ആ വ്യക്തിയിൽ ഉണ്ടാക്കിയതാണ്. അങ്ങനെയാണ് ചരിത്രം അതിലേക്ക് വരുന്നത്. കാരണം ഇങ്ങനെ ചരിത്രം വരുമ്പോൾ അത് ഒരു മൂർത്ത ചരിത്രം തന്നെ, മൂർത്ത സന്ദർഭത്തിൽ നിന്ന് കയറി വരുന്ന ചരിത്രമാണ്. അത് ഇതിൽ ഇൻസ്ക്രൈബ്ഡ് ആയിരുന്നു. എന്ന് വെച്ചാൽ അതിൻ്റെ അടിയിൽ എഴുതുക, അല്ലെങ്കിൽ മേലെ എഴുതുക, അല്ലെങ്കിൽ ഒപ്പം എഴുതുക. അങ്ങനൊരു സംഗതി ഇതിലുടനീളം വന്നിട്ടുണ്ട്. ഇതാണ് ഈ പുസ്തകത്തിൽ പറയുന്ന രണ്ടാമത്തെ കാര്യം. അങ്ങനെ വരുമ്പോൾ എല്ലാ കഥാപാത്രങ്ങൾക്കും അതിനെതിരായിട്ടുള്ളൊരു എതിർസ്വരം കൂടി ഉണ്ടാവും, പ്രതിബിംബങ്ങളായിട്ടുണ്ടാവും. ഇപ്പോൾ കുരുവംശത്തിൽ സംഭവിച്ചതൊക്കെ യദുവംശത്തിൽ സംഭവിക്കണം. ഇങ്ങനെ പ്രതിബിംബങ്ങളായിട്ടോ മറ്റേതെങ്കിലും എതിർ ഭാഗങ്ങളായിട്ടോ ഒക്കെ ഒരിരട്ട നാവ് കൊണ്ടാണ് മഹാഭാരതം എഴുതിയത്. 2 നാവ് കൊണ്ടാണ് എഴുതിയത്. അങ്ങനെ ഇരട്ട നാവ് കൊണ്ട് എഴുതിയ മഹാഭാരതം ഇരട്ട കാതുകൊണ്ടാണ് കേൾക്കി ആൾ വായിക്കുകയും ചെയ്തിട്ടുള്ളത്. കാരണം ഈ മഹാഭാരതം നല്ല പുസ്തകമായിട്ടല്ല ഇന്ത്യയിൽ മിക്കവാറും കാലങ്ങളിൽ കണ്ടുപോന്നിട്ടുള്ളത്. ഇപ്പോൾ 1911 ഈ ഡൽഹിയിലെ സംഘം തിയേറ്ററിൽ വെച്ച് ഈ മഹാഭാരതത്തിൻ്റെ ഒരു നാടകമായിട്ട് അവതരിപ്പിക്കാൻ തീർച്ചയായും. അപ്പോൾ അന്ന് ആളുകൾ പരിഭ്രമിച്ചു. കാരണം ഈ പുസ്തകം നാടകരൂപത്തിൽ അവതരിപ്പിക്കണമെങ്കിൽ ഇത് നമുക്കൊക്കെ വലിയ ദോഷമാകുമല്ലോ. അപ്പോൾ പലരും കൂടിയാലോചിച്ച് പറഞ്ഞു, നമുക്കൊരു ഹോമം നടത്താം. എന്നിട്ട് നമുക്ക് ആലോചിച്ച് നോക്കിയോ, ഇവിടെ തിയേറ്ററിൽ ഇപ്പോൾ മഹാഭാരത ചർച്ച നടത്തില്ലേ, ഈ ചർച്ച തന്നെ വലിയ പാപമാണ്, നമുക്കൊരു ഹോമം നടത്തിയിട്ടാവാം എന്ന് പറഞ്ഞ അതേ രീതിയിൽ ആ നാടകം നടക്കുന്നതിൻ്റെ തലേ ദിവസം ആ സംഘം തിയേറ്ററിൻ്റെ സ്റ്റേജിൽ
വലിയ ഹോമം നടത്തും. ഇത് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഈ ഹോമം നടക്കുന്നത്? ഈ നാടകം ഇവിടെ കളിച്ചാൽ ഉണ്ടാകാവുന്ന ദോഷങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും രക്ഷിക്കണേ എന്നാണ് ആ ഹോമത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഒരുപാട് കാലം ഇന്ത്യയിൽ ഈ പുസ്തകം വലിയ ദോഷമുണ്ടാക്കുന്ന ഒരു പുസ്തകമായിട്ടാണ് കണ്ടെത്തിയത്. കാരണം ഇതിൻ്റെ കഥ ഛിദ്രം, നാശം ഒക്കെയാണ്, ഹിംസ, അതുകൊണ്ടുണ്ടാകുന്ന കുലനാശം എല്ലാം നശിച്ചു പോകുന്നു, സർവനാശമാണ്. അത് ഈ കേരളത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ MGS നാരായണൻ പറയുന്നുണ്ട്, പി ഗോവിന്ദപിള്ള പറയുന്നുണ്ട്, ഞങ്ങളുടെ ഒന്നും കുട്ടിക്കാലത്ത് വീട്ടിൽ എല്ലാ പുസ്തകങ്ങളും വെക്കാം, പക്ഷെ മഹാഭാരതം വെക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ വെച്ചാൽ അന്നത്തെ കാലത്തൊക്കെ ഈ നായർ കൂട്ടുകുടുംബങ്ങൾ ഭാഗം വെച്ച് പിരിയുക. അപ്പോൾ സഹോദര പോര് ഭയങ്കരമായിട്ട് വരികയാണ്. ഇപ്പൊ വിലാസിനിയുടെ ആ പുസ്തകം ഉണ്ടല്ലോ, എന്താണ് അവകാശികൾ ഈ രീതിയിൽ തന്നെയാണ്. ഈ മഹാഭാരതത്തിൻ്റെ ഇതേ കഥ ആണ് അതിൽ വരുന്നത്. അതിൽ ഭാഗം വെച്ച് പിരിയുന്ന ആളുകളുടെ സഹോദരന്മാരും ഇതിൻ്റെ കുലം നശിക്കുന്നതാണ്. അതിൽ മഹാഭാരതത്തിൻ്റെ ഒരു രീതിയാണ് അതിൽ ഉടനീളം ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഇന്നത്തെ കാലത്തേക്കും അത് പ്രയോജനപ്പെടുന്നൊരു ഫ്രെയിംവർക്കാണ്. ഇത് എന്നും ഉണ്ട് കാര്യം കേരളത്തിൽ. അതേസമയം തന്നെ കേരളം ഈ ക്ഷേത്രങ്ങളൊക്കെ 9-ാം നൂറ്റാണ്ട് വരെ ഉണ്ട്, തൊട്ടുണ്ട്. അപ്പോൾ തിരുവല്ല ക്ഷേത്രമാണ് ഏറ്റവും പഴയ ക്ഷേത്രം. അവിടെ ഈ മഹാഭാരതം വായിച്ച് അർത്ഥം പറഞ്ഞ ആളുകളെ കേൾപ്പിക്കാനായിട്ട് കുറച്ച് ആളുകളെ ശമ്പളം കൊടുത്ത് നിർത്തിയാണ്. അത് 14-ാം നൂറ്റാണ്ട് വരെ അങ്ങനത്തെ ക്ഷേത്രങ്ങളും അതിൽ ശമ്പളക്കാരായിട്ടുള്ള ഈ മഹാഭാരത വ്യാഖ്യാതാക്കളും ഉണ്ടായിരുന്നു. അതൊക്കെ ചരിത്രത്തിൽ പറയുന്നതാണ്. അപ്പോൾ നോക്കൂ, ഒരു വശത്ത് മഹാഭാരത പുസ്തകം വീട്ടിൽ വെക്കില്ല, മറിച്ച് അതേസമയം മഹാഭാരതം വായിച്ചും വ്യാഖ്യാനിക്കുകയും ചെയ്തു. ഇരട്ട നാവലിത്. അപ്പം ഇങ്ങനെ ഇരട്ട സ്വരങ്ങൾ കൊണ്ട് കേൾക്കുകയും ഇരട്ട നാവ് കൊണ്ട് എഴുതപ്പെടുകയും ചെയ്യുന്ന ഒരു ഇരട്ട പുസ്തകമാണ് ഈ മഹാഭാരതം. ആ ഇരട്ട, ഡബിൾ എന്നുള്ളതാണ് ഈ മഹാഭാരതത്തിൻ്റെ സന്ദേശം. ഡബിൾ. എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് മഹാഭാരതത്തിൽ തെളിവ് കിട്ടും, എന്ത് കാര്യം ചെയ്യരുതെന്നുള്ളതിനും മഹാഭാരതത്തിൽ തെളിവ് കിട്ടും. ഇത് ഈ ഒരു വലിയ ഒരു ഇന്ത്യയുടെ തന്നെ സ്വഭാവമായിട്ടുള്ള ഈ ഒരു വലിയ വൈരുദ്ധ്യത്തിൻ്റെ ഒരു ഭാഗമോ പ്രതിഫലനമോ ഒക്കെയാണ് മഹാഭാരതം എന്നാണ് ഞാൻ ആ മഹാഭാരത പുസ്തകം വായിച്ച് എനിക്ക് കണ്ടെത്തിയത്. അതാണ് എനിക്ക് പറയാനുള്ളത്.